പുസ്തക പ്രകാശനത്തിനായി ആദരണീയനായ നമുക്കെല്ലാം പ്രിയങ്കരനായ അഭിമാനമായ സക്കറിയ സാറിനെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി പ്രിയപ്പെട്ട മലയാള കവിതയുടെ ശക്തിയും സൗന്ദര്യവുമായ റോസ്മേരി ചേച്ചിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും പല ആർക്കിടെക്റ്റുകൾക്കും ഇത്തരമൊരു ഭാവനയുടെ ഒരു ചിറകടി ഉണ്ടായിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ശങ്കർ അദ്ദേഹത്തിൻ്റെ ആർക്കിടെക്ചറിൻ്റെയും ആ എൻജിനീയറിംഗ് ഭാവനയുടെയും എല്ലാം അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഇതിലേക്ക് ഇതിനെ കൊണ്ടുപോയിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇത്രയൊരു മനോഹരമായ ഒരു ഇടത്തിൽ വെച്ച് ഒരു പുസ്തകത്തെ പോലെ ഒരു നല്ല കാര്യം അലീമ ഹമീദ് എഴുതിയിരിക്കുന്ന അതായത് ഒരു വ്യക്തിപരമായ വ്യക്തിനിഷ്ഠമായ രീതിയിൽ ഈ കാഴ്ചകളെ കാണുകയും ചരിത്രം നന്നായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ചരിത്ര പശ്ചാത്തലം അത് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ചരിത്രത്തിനോടുള്ള ആ ഒരു റെഫറൻസ് പശ്ചാത്തലത്തിൽ ഇല്ലാതെ നമ്മൾ കാണുന്ന കാഴ്ചകൾക്കും ഭൂമിശാസ്ത്രത്തിനും ഒന്നും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം കൈവരികയില്ല. കാരണം സിഗ്നിഫിക്കൻസ് ഉണ്ടാകുന്ന ചരിത്രത്തിൽ കൂടെയാണ്. സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അതിനപ്പുറത്തുള്ള ഒത്തിരി കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ അവയർനെസ്സാണ് തരുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ ഈ ഒരു തവണയോ മറ്റോ ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, അത് മറ്റൊരിടത്തേക്കുമല്ല, ആദ്യത്തെ ഇസ്രയേലി പോക്ക് ഈ ഒരു ഗ്രൂപ്പ് ടൂറിൽ കൂടെയാണ് പോയത്. അപ്പം ഞാൻ അവരെ കുറ്റം പറയില്ല, കാരണം ഇവിടെ ക്രിസ്ത്യാനികളുള്ളവർക്കൊക്കെ അറിയാം ഈ ഇസ്രയേലിലേക്ക് മറ്റുള്ള വിശുദ്ധ നാടെന്നാണ് അവർ ഇസ്രയേലിനെ വിളിക്കുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വിമാനത്തെ കയറിയ ഉടനെ തൊട്ട് ബസ്സെ കയറിയ ഉടനെ തൊട്ട് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടി. അപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ പ്രധാനപ്പെട്ട ചരിത്രപ്രധാനങ്ങളായ സ്ഥലങ്ങളൊന്നും കാണിച്ചു കൊടുക്കില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഇസ്രയേൽ വരെ പോകുന്നതെന്ന് ഓർക്കണം. എല്ലാം ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം കൊണ്ടുപോയി അടച്ചുപൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയാൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. പക്ഷെ എന്നാലും ഈ ഇടുക്കിയിലൊക്കെ ഇരിക്കുന്ന ചേട്ടത്തിമാർക്കൊക്കെ ഒരു എക്സ്പോഷറാണ് ഇത്. നമ്മൾ വാസ്തവത്തിൽ ഞാനവിടെ നമ്മുടെ ഒരു വളരെ പുരാതനമായ ഒരു നഗരമുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു മലമുകളിൽ നിന്ന് കൂണിപ്പോക്കിയിട്ട് ചട്ടയും മുണ്ടൊക്കെ ഇട്ടെടുത്തൊരു ചേട്ടത്തി ഇറങ്ങി വരുന്നു അതിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ആ തരത്തിൽ ആളുകൾ ഇന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല. ഉൾഗ്രാമങ്ങളിൽ നിന്നൊക്കെ അച്ഛന്മാരാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വിശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, പോയിട്ട് വരാവുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ അതുപോലെ ധാരാളം പേര് യാത്ര ചെയ്യുന്നൊരു കാലമാണ്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം സൈബീരിയയിൽ പോയി. അപ്പം ഞാൻ ഓർത്തു ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ പോയത്. വാസ്തവത്തിൽ വി ആർ മേക്കിംഗ് എ റെക്കോർഡ്. നമ്മൾ ഒരു മനുഷ്യരും പോകാത്തൊരു സ്ഥലത്ത് തന്നെ നമ്മൾ പോകുന്ന മലയാളികളാരും ഏതായാലും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇർക്കുട്സ്ക് എന്നും പറഞ്ഞ് സൈബീരിയയുടെ അകത്തുള്ള ഒരു സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ മലയാളികളേ ഉള്ളൂ. അവിടെയുള്ള എല്ലാ കോളേജിലും മലയാളികളാണ് സ്റ്റുഡൻസ്. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും എല്ലാ മെഡിക്കൽ കോളേജിലും ഒക്കെ ഒരു 10-200 പേര് പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ വി ആർ എ എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ. ലോകത്തിൻ്റെ ഇവിടെ ഞാൻ ഇതുവരെ മലയാളികളെ ഇന്ത്യക്കാരെ തന്നെ കാണാത്ത ഒരു സ്ഥലമേ ഉള്ളൂ, അത് അലാസ്കയായിരുന്നു. അത് എങ്കിലും അവിടെ ഇന്ത്യക്കാരുണ്ടെന്നുള്ള ഉറപ്പാണ്. കാരണം ആങ്കറേജിൽ 2-3 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഞാൻ കണ്ടു. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സാണ്, മസാല ദോശയുടെ സൗത്ത് ഇന്ത്യൻ അല്ല. അപ്പോൾ അതുണ്ട്, അവരോട് ഉണ്ട്. പക്ഷേ മലയാളികളില്ലാന്നാണ് ഞാൻ കേട്ടത്. വളരെ കുറച്ച് ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ മലയാളികൾ യാത്ര ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ പെൻഷൻ പറ്റിയവർ കേരളത്തിൽ അവരുടെ എണ്ണം വർദ്ധിക്കും തോറും അവരായിരുന്നു ഈ ഗ്രൂപ്പ് ടൂറിൻ്റെ ഒരു നട്ടെല്ല്. അവർക്ക് ധാരാളം പണം ഇങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ പെൻഷൻ പറ്റിയാൽ
ഇവിടെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഒത്തിരി പണം ജോലി ചെയ്യാതെ ചെയ്ത ജോലിയുടെ തീർച്ചയായിട്ടും നമ്മളങ്ങനെ അവരെ പരിഹസിക്കരുത്, ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അത് യാത്രയ്ക്ക് ചിലവഴിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ പറയുന്നത്. മലയാളികളുടെ സമൂഹം ഇൻ ജനറൽ ഒരു ഗ്ലോബൽ അവയർനെസ്സിലേക്കും ഇതിനെല്ലാം പുറത്ത് മറ്റൊരു ലോകം ഉണ്ടെന്നുള്ള ഒരു അവയർനെസ്സിലേക്കും ഒക്കെ വരുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം അവർ കാനഡയിലാണ്, കാനഡയിൽ നിന്നാണ് അവർ സ്പെയിൻ അവരും ഗ്രൂപ്പ് ടൂറിലായിരുന്നു. ഞാനിത് പുസ്തകം വായിച്ച ഒരു ബസ്സിലാണ് ഇവരുടെ യാത്ര. എനിക്ക് തോന്നുന്നു 8-10 ദിവസം ഒരു ബഡ്ജറ്റ് ടൂറുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അവർ പക്ഷേ എല്ലായിടത്തും കൊണ്ടുപോകും. ഒരു കാണേണ്ടതെല്ലാം ഒരു 10 മിനിറ്റെങ്കിലും കാണിക്കും. ചിലപ്പോൾ അത്രയും പോലും ഉണ്ടായെന്നിരിക്കുകയില്ല. ഇറങ്ങി നോക്കി ഫോട്ടോ എടുത്ത് തിരിച്ച് വണ്ടിയിൽ കയറി. അങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഇടപാട്. അപ്പം അങ്ങനെയുണ്ടെന്നല്ല, അതിലും ഭീകരമാണ്. കാരണം ഈ രാത്രി 12:30-1 മണിക്ക് കൊണ്ടുപോയി നമ്മളെ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി കിടത്തി നമ്മൾ ഒരു പുതപ്പെടുത്ത് പുതച്ച് ഒന്ന് മയങ്ങി വരുമ്പോഴത്തേക്കും വാതിലിൽ മുട്ടുവരും എണീക്കാനായിട്ട്. കാരണം നമുക്ക് കയറാൻ സമയമായി. അങ്ങനെയും കൂടെ ഓടിച്ചിട്ടാണ് ഇവരിത് കാണിക്കുന്നത്. പക്ഷേ ഏതായാലും സ്പെയിനിലെ ഈ പുസ്തകം കണ്ടതോടുകൂടി എനിക്ക് തോന്നുന്നു 60കളിലോ മറ്റോ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പിന്നെ സ്പെയിനിനെ പറ്റി കാളപ്പോരുകളുടെ നാടെന്നും പറഞ്ഞ ഒരു ഡോക്ടർ, അദ്ദേഹം അവിടെ ഒരു പക്ഷേ ആദ്യം ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ആദ്യമായിട്ട് ഒരു പക്ഷേ ഒരു മലയാളി സ്പെയിനിൽ ചെന്നെത്തി അവിടെ സ്ഥിരതാമസമാക്കി അല്ലെങ്കിൽ കുറേ കാലം താമസിച്ചത് ഒരു 50 കൊല്ലത്തോളം മുമ്പാണ്. ഒരു 40 ധാരാളം ചിത്രങ്ങളൊക്കെ നമ്മൾ അത്ഭുതം കൊണ്ടിരുന്ന ഒരു സംഭവമാണത്. അത് കഴിഞ്ഞ് പിന്നെ സ്പെയിനിനെ പറ്റി ഞാൻ അധികം ഒന്നും മലയാളത്തിൽ വായിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ലോർക്കയുടെ ഒക്കെ ട്രാൻസ്ലേഷൻസ്, പിന്നെ സ്പാനിഷ് ഇപ്പോൾ ഡോൺ കിയോട്ടോയുടെ പോലും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വിവർത്തനം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അത് പിന്നെ കുറച്ച് ഇത്രയും പഴയ ഒരു ഗ്രന്ഥമാണ്. പുതിയ സ്പാനിഷ് ആധുനിക കവികളൊക്കെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്പെയിനിനെ പറ്റിയുള്ള യാത്രാവിവരണങ്ങൾ വന്നിട്ടില്ല. ഒരു പക്ഷേ സന്തോഷ് ജോർജിൻ്റെ യാത്രാവിവരണ സീരീസിൽ സ്പെയിൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു ഫാസിനേറ്റിംഗ്. ഞാൻ 2 തവണ എനിക്ക് സ്പെയിനിൽ പോകാൻ ഇട വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് സന്തോഷം തോന്നിയത് ഞാൻ പോയിട്ടുള്ള അപ്പോൾ ഇതൊരു സെൻറ്റിമെൻ്റലിസം, അനാവശ്യ നോസ്റ്റാൾജിയ. ഞാൻ പോയിട്ടുള്ള ഒരു 4-5-6 സ്ഥലങ്ങൾ ഈ ഡോക്ടർ പോയി ഇതായിട്ട് കണ്ടു. അപ്പോൾ അതെല്ലാം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ ഒന്നാമത് സുന്ദരികളും സുന്ദരന്മാരെന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സംഭവം. ഒരു എൻ്റയർ യൂറോപ്യൻ ജനതകളിലെ ഒരു പക്ഷേ ഏറ്റവും സുന്ദരന്മാരായിട്ടും സുന്ദരികളുമായിട്ടുള്ള ആളുകൾ. വെരി പ്ലസൻറ്റ്, വെരി ഹാൻസം, വെരി പ്രെറ്റി പീപ്പിൾ. അതിൻ്റെ പിന്നിലുള്ള ചരിത്രം ആ മൂറിഷ് ചരിത്രമാണ്. അറബ് കോൺക്വസ്റ്റും അവിടുത്തെ ജീവിതവും പിന്നീടുണ്ടായ ജനറ്റിക് മിക്സിങ്ങിൻ്റെയും കൂടെ ഫലമായിട്ടാണ് ഈ പുതിയ ഒരു സ്പാനിഷ് ജനത വെള്ളക്കാരുടെ അതിലെ ആ ജീൻസിലേക്ക് അറബികളുടെ ജീൻസ് അതും കൂടെ ഉണ്ടായ മൂർ എന്ന് പറയുന്ന നമ്മളുടെ ഹാംലെറ്റ്. ഞാൻ തെറ്റിച്ച് കളയുകയാണോ മുരളി സാറേ? ഹാംലെറ്റ് മൂറല്ലായിരുന്നോ? മൂറായിരുന്നു ഒരാൾ. ഓതല്ലോ അതെ, തെറ്റിച്ചോന്ന് സംശയം. ഓതല്ലോ വാസ് എ മൂർ. അപ്പം അങ്ങനെ ആ ഒരു മൂറിഷ് സംസ്കാരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രാജഡി അത് കോർഡോബയിലെ ലൈബ്രറിയെ പറ്റി എഴുതുന്നുണ്ട്. പക്ഷെ അവർ ഫെർഡിനൻഡിൻ്റെയും ഫെർഡിനൻഡ് സെക്കൻഡും ഇസബെല്ല ഫസ്റ്റിൻ്റെയും ഭാര്യയും ഭർത്താവിൻ്റെ അവരാണ് മൂർസിനെ തോൽപ്പിച്ച് ഒരു 1000 കൊല്ലത്തിന് ശേഷം സ്പെയിൻ തിരിച്ചു പിടിച്ച് ഇവരെ മൂർസിനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. പക്ഷെ അവരൊരു പക്ഷേ ലോകത്തോട് തന്നെ ചെയ്ത ഒരു ഭീകരമായ കടുംകൈയാണ് അവർ ചെയ്തത്. 15 ലക്ഷം പുസ്തകങ്ങളാണ് കോർഡോബയിലെ ലൈബ്രറിയിൽ നിന്ന് പുറത്തിറക്കി തെരുവിലിട്ട് കത്തിച്ചത്. മാസങ്ങളോളം ഈ ബോൺഫയർ കത്തിയെന്നാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഏതാണ്ട് ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും ഗംഭീരമായ വിജ്ഞാനത്തിൻ്റെ ശേഖരം അന്ന് കോർഡോബയിലെ ആ തെരുവുകളിൽ 1 മാസം കത്തി. വാസ്തവത്തിൽ യൂറോപ്യൻ റിനൈസൻസ് ഇതിനൊക്കെ വളരെ മുമ്പേ പ്രവേശിക്കേണ്ടതായിരുന്നു. പിന്നെ ഈ ലൈബ്രറിയും ഇതിൻ്റെ കാരണം യൂറോപ്യൻ റിനൈസൻസിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയാസിൻ്റെ നല്ല ഒരു പങ്കും അറബിക് നോളജിൽ നിന്ന് ഇങ്ങോട്ട് പകർന്നു വന്നതാണ്. അതിന്നും യൂറോപ്പ് അത് പൂർണ്ണമായിട്ട് സമ്മതിക്കാൻ തയ്യാറല്ല.
പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓർമ്മയൊന്ന് പുതുക്കാനായിട്ട് ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ കയറി നോക്കുമ്പോൾ കൊർഡോബയിലെ ലൈബ്രറിയുടെ ബേണിങ്ങിനെ പറ്റിയുള്ള ഫാക്ട്സ് കണ്ടുപിടിക്കാൻ ഒത്തിരി തപ്പണം, ഒത്തിരി. ഈ 15 ലക്ഷം പുസ്തകങ്ങൾ കത്തിച്ച കഥ അവർ വളരെ ചുരുക്കി ഒരു കോണി കൊണ്ടുപോയി 2 സെൻറ്റൻസിനകത്ത് ഒതുക്കി വെച്ചിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഈ എന്താ പറയുക നോളജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡിസാസ്റ്ററായിരുന്നു കൊർഡോബയിൽ നടന്നത്. അപ്പോൾ അത് അവർ പണിതാണ്. എനിക്ക് തോന്നുന്നു ശങ്കറിനൊക്കെ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ലോകത്തിലെ ഈ എന്താ പറയേണ്ടത് മൂറിഷ് ആർക്കിടെക്ചർ എന്നല്ല, അതിന് ഒരു അതാണ് ഈ അൽ ഹംബ്ര എന്ന് പറയുന്ന കൊട്ടാരം. അത് എക്സ്ക്വിസിറ്റ് എന്ന് പറയുന്ന അൺബിലീവബിൾ. നമ്മളിവിടെ ആദ്യമായിട്ട് അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ നടുമുറ്റം, ഇതുപോലെയുള്ള ലോൺസ്, ബാൽക്കണി, ഇതെല്ലാം യൂറോപ്യൻ സംസ്കാരത്തിലേക്കും ലോക ആർക്കിടെക്ചറൽ സംസ്കാരത്തിലേക്കും വന്നതിൻ്റെ പ്രൈം മോഡലാണ് ഈ അൽഹംബ്രയിലെ കൊട്ടാരം. അതിപ്പം വളരെ പെർഫെക്റ്റായിട്ടോ അതിമനോഹരമായ രീതിയിൽ പിന്നെ റിനോവേറ്റ് ചെയ്ത് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ അത്ര മനോഹരമാണ്. അൽഹംബ്രയൊക്കെ ഈ മൂർസിൻ്റെ അപ്പോൾ ഞാൻ എവിടെയോ അന്ന് പോയ സമയത്ത് ഇത് വായിച്ചപ്പോഴാണ് അവിടുത്തെ അവസാനത്തെ രാജാവ് ഒരു കാലിഫായിരുന്നു. അദ്ദേഹമൊന്നും ഇത് തോൽവിയെല്ലാം കഴിഞ്ഞ് ഈ കൊട്ടാരം അദ്ദേഹമല്ല പണിതത്, ഈ കൊട്ടാരത്തിലെ അവസാനത്തെ താമസക്കാരനായിരുന്നു. അപ്പോൾ ഇവരെ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ഈ കൊട്ടാരം വിട്ടൊഴിഞ്ഞ് അദ്ദേഹവും കുടുംബവും കൂടി കുതിരപ്പുറത്തും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ അകന്നു പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പം ഇത് കാണാം. അപ്പം അദ്ദേഹം തിരിഞ്ഞു നോക്കി അൽഹംബ്ര ഇങ്ങനെ അകലെ കുന്നുംപുറത്തിരിക്കുന്ന കണ്ടു. കുതിരയിൽ നിന്ന് താഴെ ഇറങ്ങി നിലത്ത് മുഖമമർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് കുറേ സമയത്തേക്ക്. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ പോയി. കാരണം അത്രയ്ക്കും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു താജ്മഹലിനെ പോലും മറ്റൊരു തരത്തിൽ തോൽപ്പിക്കുന്ന മനോഹരമായ ഒരു ശില്പ സംവിധാനത്തെയാണ് അവർ പിന്നിലിട്ടിട്ട് പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഓർമ്മകൾ. അപ്പോൾ ഇതിനകത്ത് ഇസബെല്ലിൻ്റെയും ഫെർഡിനൻഡിൻ്റെയും ശവം അത് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ശവകുടീരത്തിൽ അവരുടെ പഴയകാലത്ത് അവരുടെ പ്രതിമകൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ഓർമ്മ. ഒരു ഓർമ്മയോടെ പറഞ്ഞ് ഞാൻ നിർത്താം എൻ്റെ സ്പാനിഷ് യാത്രയെപ്പറ്റിയും കൂടി. അത് കാരണം ഓർമ്മകൾ പറയാൻ ഇതുള്ളൂ. ഇതിലെ ഏറ്റവും രസകരമായൊരു ഓർമ്മയായ യാത്രയിൽ എനിക്കുണ്ടായിരുന്നത് ആവിലയിൽ അവർ പോയിട്ടില്ല, എന്തുകൊണ്ടോ അത് പോയില്ല. ആവിലയിൽ ആണ് ഈ അമ്മ ത്രേസ്യ എന്ന ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ വിളിക്കുന്ന ഈ കന്യാസ്ത്രീ സഭകളുടെ എല്ലാം ഫൗണ്ടറാണ്. അവിടുത്തെ ഒരു പ്രഭു കുടുംബത്തിൽ പിറന്ന് അവർക്കിങ്ങനെ ഈ തരത്തിൽ ഒരു ആധ്യാത്മികമായ ഒരിതുണ്ടായി. അമ്മ ത്രേസ്യ, സെയിൻറ്റ് തെരേസ ഓഫ് ആവില എന്ന് വിളിക്കുന്നു. ഒന്നാം തരം ഒരു എഴുത്തുകാരി, ഒന്നാം തരം ഒരു കത്തെഴുത്തുകാരി. എൻ്റെ കയ്യിൽ അവരുടെ കംപ്ലീറ്റ് വർക്ക്സ് ഉണ്ട്. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ. അവരാണ് ഈ സന്യാസിനി, നമ്മളിപ്പം അഭയ പ്രസിദ്ധമാക്കിയ ആ സന്യാസിനി എന്ന് നമ്മൾ വിളിക്കുന്ന അതിൻ്റെയൊക്കെ ഒരു അടിത്തറയിട്ട സ്ത്രീയാണ്. അന്ന് യൂറോപ്പിൽ ഉണ്ടായി ഒരു കുതിരവണ്ടിയിലും കുതിരപ്പുറത്തുമായിട്ട് നടന്ന് ആ ഏരിയയിൽ മുഴുവനും കന്യാസ്ത്രീ മഠങ്ങൾ സ്ഥാപിച്ചു. മാർപ്പാപ്പായും മറ്റും അവർ മാർപ്പാപ്പ പലതവണ ഇവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചു. കാരണം യാതൊരു ബഹുമാനവും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ സ്ത്രീകൾ ഇരിക്കുന്നതുകൊണ്ട് പറയാൻ മേലാത്തതല്ല ഇത്. അവർ കൂടെ പോകുമ്പോൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഓരോ ചാപ്ലിന്മാർ കൂടെ പോകും. അതായത് എന്നും കുർബാന കാണണമല്ലോ, അന്നത്തെ കാലമല്ലേ, ഇവർക്ക് കുർബാന ചെല്ലാനും വേണമെങ്കിൽ സംസാരിക്കാനും. അപ്പോൾ ഇവരെഴുതിയ എൻ്റെ ആ കത്തിരിപ്പുണ്ട്, അവരുടെ കത്തുകളിൽ. അന്നത്തെ മാർപ്പാപ്പയ്ക്ക് എഴുതുകയാണ്, മാർപ്പാപ്പ എനിക്ക് ഒരു ഉപകാരം, നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്ത് ഈ ചാപ്ലിനെ ഒന്ന് തിരിച്ചു വിളിക്കണം. രാത്രിയിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഈ മനുഷ്യൻ്റെ ശല്യം കാരണം. ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വിളിച്ചാൽ വേണ്ടുകയില്ല എന്നുള്ള എഴുത്തുകളടക്കം ഉണ്ട്. അതൊക്കെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതൊന്നും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഞാൻ പറഞ്ഞു വന്നത്, ആവില നഗരത്തിൻ്റെ നടുക്കൊരു ഗംഭീരം കോട്ടയുണ്ട്. ആ കോട്ടയ്ക്കുള്ളിലാണ് ഒരു 10,000-1500 പേർക്ക് താമസിക്കാവുന്ന ഒരു കൊട്ടാരം പോലുള്ള ഒരു സൗധമാണ് അമ്മ ത്രേസ്യ സ്ഥാപിച്ച ആദ്യത്തെ മഠം.
അവിടെ ഇന്ന് 8 പേരേ ഉള്ളൂ എൻ്റെ മഠത്തിൽ. ഞങ്ങൾ അവിടെ കാണാൻ പോയി. അപ്പം ഈ 8 പേരിൽ 6 പേരും കരുണാകരൻ്റെ പഴയ നിയോജക മണ്ഡലം മാള. 6 പേരും മാളക്കാരാണ്. ഒന്ന് ഒരു സ്പെയിൻകാരി, ഒന്ന് വേറെ ഏതോ യൂറോപ്യൻ രാജ്യത്തു നിന്ന് വന്ന ഒരു കന്യാസ്ത്രീ. അപ്പം ഇവർ ഞങ്ങൾക്ക് വേണ്ടി മലയാളം, ഈ 2 പേര് സ്പെയിൻകാരിയും മറ്റേ കന്യാസ്ത്രീയും കൂടി ഞങ്ങൾക്ക് വേണ്ടി മലയാളം പാട്ടും പാടി. കാരണം ഈ 6 പേരുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഇവർക്ക് മലയാളം പഠിച്ചേ പറ്റുള്ളൂ. ഇതിൻ്റെ മുഴുവനും പൂർണ്ണമായ ഒരു എത്രയോ കോടാനുകോടി യൂറോയുടെ ഈ ഒരു സാമ്രാജ്യത്തിൽ ഈ 6 മാളക്കാരി പെണ്ണുങ്ങൾ താമസിക്കുകയാണ്. വളരെ പ്ലസൻ്റ് ആയിട്ട്, വെരി ഹാപ്പി. യാതൊരു പ്രോബ്ലം ഇല്ല. അവരുടെ കുടുംബത്തിലുള്ള ഏതാണ്ട് എല്ലാവരെയും തന്നെ അവർ അനിയൻ തൊട്ട് അമ്മായിയും അവരെല്ലാവരും പിന്നെ ആവിലയിൽ അവർ കൊണ്ട് താമസിപ്പിച്ചിട്ടുമുണ്ട്. അത് കൂടുതൽ അതും ചെയ്തിട്ടുണ്ട്. വിശേഷമൊക്കെ പറഞ്ഞ് നാട്ടുവർത്താനം പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. ദാറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഞാൻ വീണ്ടും പറയുന്ന മലയാളികളുടെ നമ്മുടെ ഒരു അസാധാരണമായ ഒരു ഈ വാണ്ടറിങ് എബിലിറ്റി, നമ്മൾ വി ആർ എ വാണ്ടറിങ് പീപ്പിൾ. ഇമ്മിഗ്രൻസിയാണ് നമ്മുടെ രക്തത്തിലുണ്ട്. ഞാനത് പലപ്പോഴും ഓർത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു അടിസ്ഥാനപരമായിട്ട് ഈ കഴിഞ്ഞ 2000 കൊല്ലത്തെ ചരിത്രം, 2000 അല്ല 5000 കൊല്ലത്തെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ 5000 കൊല്ലമായിട്ട് നമ്മളുടെ ഈ സ്പൈസസ്, നമ്മളുടെ ഈ കുരുമുളകും ഏലവും, പ്രത്യേകിച്ച് കുരുമുളക്, ബാക്കി ഇതെല്ലാം കൂടെ ലോകം ഒട്ടാകെ എന്നുള്ള ട്രേഡിങ് കമ്മ്യൂണിറ്റീസിനെ കേരളത്തിലോട്ട് വിളിച്ചുകൊണ്ട്, ഞാൻ ഈയിടെ ശ്രീധരമേനോൻ്റെ പുസ്തകം നോക്കും. ശ്രീധരൻ പറഞ്ഞ 3000 തൊട്ട് 5000 വരെ കൊല്ലമായി ഇവരുടെ വരവും പോക്കും തുടങ്ങിയിട്ടുണ്ട്. അന്ന് തൊട്ട് ലോകത്തിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആൻഡ് സീ ഗോയിങ് കമ്മ്യൂണിറ്റീസ് മുഴുവനും കൊടുങ്ങല്ലൂരിലും ഇവിടെയായിട്ട് വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇൻ്റർമിക്സിങ്, നമ്മളുടെ ഈ സൗന്ദര്യമെല്ലാം വാസ്തവത്തിൽ അങ്ങനെ വന്നതാണ്. നമ്മുടെ തൊട്ട് ബ്രദേഴ്സാണ് തമിഴ്സ്. അവരിൽ സൗന്ദര്യം കിട്ടി, അവർക്ക് സൗന്ദര്യം ഇല്ലാതൊന്നും ഞാൻ പറയുന്നത്. പക്ഷെ മലയാളിക്കുള്ള ഈ ആകമാനമായ ഹാൻഡ്സംനെസ് ഇതുണ്ടല്ലോ. ഒരു മലയാളികൾ ആ ഫെയർലി ഗുഡ് ലുക്കിംഗ്, ആൻഡ് മെനി ഓഫ് ദം ആർ വെരി ഗുഡ് ലുക്കിംഗ്. അപ്പോൾ അതിൻ്റെ പുറയിലുള്ള രഹസ്യം ഞാൻ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പം ഒരു 3000 കൊല്ലമാണ് നമുക്ക് ഈ ജനറ്റിക് മിക്സ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നുണ്ടായ ഒരു മനഃശാസ്ത്രം. നമ്മൾ എവിടെ പോയാലും നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ 2 കാലം നിൽക്കുമല്ലോ. ലോകത്തിൻ്റെ ഏത് കോടി ചെന്നാലും മലയാളികൾ, അതായത് അതിലൊട്ടും മുക്കാലും നഴ്സുമാരുടെ ഭർത്താക്കന്മാരായിട്ട് അക്ഷരാഭ്യാസം കഷ്ടിച്ച് ഉള്ള ആളുകളായിട്ട് ഇവിടുന്ന് പോകുന്നവരാണ്. ദേ മാനേജ് സോ വെൽ. ഇവിടെ അങ്ങനെ നഴ്സുമാരുടെ ഭർത്താക്കന്മാരാരും ഇവിടെ ഇല്ല ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ട്. അതെ, അക്ഷരാഭ്യാസം കഷ്ടിച്ച്. ഞാൻ ഓസ്ട്രേലിയയുടെ ഒക്കെ അങ്ങേ അറ്റത്ത് ഓരോ കുഗ്രാമത്തിൽ ഇവർ ഹോട്ടലുമായിട്ടിരിക്കുന്ന കാണാം. ദേ മാനേജ്, ഒരു കുറച്ച് വാക്കൊക്കെ ഇംഗ്ലീഷ് പറയാൻ പറ്റുമെന്നുള്ള. ഞാൻ പറഞ്ഞു ഈ ഒരു അഡ്വഞ്ചറിസം നമുക്ക് അവിടുന്ന് കിട്ടിയില്ല. അപ്പോൾ അവിടുന്ന് തിരിച്ച് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതാണ്, ഷീ ഹാസ് ക്യാപ്ചേർഡ് എ ലോട്ട് ഓഫ് ഇറ്റ്. നല്ല പുസ്തകമാണത്. അതുകൊണ്ട് പിന്നെ നാസറിനെ അനുമോദിക്കുന്നു. ഇത്തരം നല്ല നല്ല പുസ്തകങ്ങൾ, അത് റിയലി വണ്ടർഫുൾ. അതായത് ഇത് പലപ്പോഴും ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മുഖ്യധാര പബ്ലിഷേഴ്സിൻ്റെ കണ്ണിൽ ഇത് പെടാതെ പോയത് അവരുടെ മണ്ടത്തരമെന്നേ ഞാൻ പറയുള്ളൂ. നമ്മുടെ യാത്രാവിവരണ സാഹിത്യത്തിന് അവരൊരു എഴുത്തുകാരിയൊന്നുമല്ല. ഷീ റൈറ്റ്സ് എ മാറ്റർ ഓഫ് ഫാക്ട് പ്രോസ്. പക്ഷേ ഫാക്ട്സ് ആർ കറക്റ്റ്. അത് ചെക്ക് ചെയ്ത് എന്താണ് റെലവൻറ്റ് ഹിസ്റ്ററി എന്നുള്ളതിനെപ്പറ്റി നല്ലൊരു അവയർനെസ് ഉണ്ട്. കോമ്പാക്റ്റായിട്ട്, അധികം കണ്ടമാനമൊന്നും എഴുതാതെ ചുരുക്കി പറഞ്ഞ് ഒരു വളരെ നല്ല യാത്രാവിവരണമാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അൻസാറിന് എൻ്റെ അനുമോദനങ്ങൾ. വളരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഡോക്ടർ സലീമയുടെ ഈ പുസ്തകം ഞാൻ കുറച്ച് ഔത്സുക്യത്തോടാണ് വായിച്ചു തുടങ്ങിയത്. കാരണം എനിക്ക് യാത്ര വളരെ ഇഷ്ടമാണ്. ഇവിടെ ഇരിക്കുന്ന ശങ്കറും ജ്യേഷ്ഠൻ സക്കറിയൊക്കെ ഒരുപാട് സഞ്ചരിക്കുന്നവരാണ്. എനിക്കൊന്നും അവർ കാണാത്ത രാജ്യങ്ങൾ കുറവാണെന്ന്. പക്ഷെ ഞാൻ കണ്ട രാജ്യങ്ങൾ വളരെ കുറവാണ്. എപ്പോഴും ഓരോ യാത്രാ വിവരണങ്ങൾ വായിച്ചും ടി വിയിലെ ട്രാവൽ ഷോസൊക്കെ കണ്ടുമാണ് ഞാൻ ആ ജിജ്ഞാസയെ ശമിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ താൾ തുറന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എഴുത്തുകാരി ഡോക്ടർ സലീമ ഒരു വളരെ ഗൗരവപൂർവ്വമാണ് ഈ രചന നിർവഹിച്ചിരിക്കുന്നതെന്ന്. കാരണം ആമുഖത്തിൽ അവർ പറയുകയാണ്,
ഒരു സഞ്ചാരി ഒരു ദേശത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അറിയപ്പെടാത്ത ഒരു കാലത്തെക്കുറിച്ച് സത്യസന്ധമായ ഒരു വിവരണം നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ വിശാല സമുദ്രത്തിൽ എൻ്റേതായ ഒരു ചെറിയ കണിക ഞാൻ ഉൾച്ചേർക്കുകയാണ്. ഒരു എളിമയാർന്ന കണിക. ആ ഒരു വാക്ക് വളരെ സ്തുത്യർഹമായി തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം വെറുതെ ഒരു ദേശത്തിൻ്റെ അവിടെ ആസ്വദിച്ച ഭക്ഷണത്തെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അവിടുത്തെ മനോജ്ഞമായ പൂവാടികളെ വിവരിക്കുകയോ അത്തരമൊരു അലസ സഞ്ചാരമേ അല്ലിത്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കുറേ വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ചരിത്രപരമായ അറിവുകൾക്ക് പുറമെ കുറേ ചിതറിയ ചിത്രങ്ങൾ എന്നെ മനസ്സിലവശേഷിച്ചു. അത് മാത്രമേ ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണ്. അപ്പോൾ അവരൊരു സ്പാനിഷ് നാടോടിപ്പാട്ടിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതിനാമുഖമായി പറയട്ടെ, സ്പെയിൻകാർ പൊതുവെ എനിക്കവരെ പരിചയമില്ലെങ്കിലും ഈ പുസ്തകത്തിലൂടെ ഞാൻ അറിയുകയാണ്, അവർ ഈ തീവ്ര ദുഃഖങ്ങളും ട്രാജഡികളും ഒന്നും അധികം ഫേസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ്. എപ്പോഴും ജീവിതം ഉല്ലാസപരമാക്കുന്നത് എങ്ങനെയെന്ന് വിചാരിച്ച് ഒരു ആഹ്ലാദത്തെ തിരയുന്നവരാണ്. പക്ഷേ അവർ അവരുടെ മാതാപിതാക്കളെ, വൃദ്ധജനങ്ങളെ അതിരറ്റ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ കാര്യത്തിൽ അവർ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അപ്പോൾ പറയുകയാണ്, നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളെ ക്രഷുകളിലൊക്കെ ആക്കി ഓഫീസിലേക്ക് പോകുന്ന പോലെ സ്പെയിൻകാർ അവരുടെ വൃദ്ധരായ മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഈ പകൽ വീടുകളുണ്ടല്ലോ, അത്തരം സ്ഥലങ്ങളിൽ രാവിലെ കൊണ്ടാക്കുകയും വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരികയും വളരെ അവധാനതയോടെ അത് ചെയ്യാറുണ്ടെന്ന്. അതുപോലെ ആ ഒരു സ്പാനിഷ് നാടോടി കവിതയുടെ വിവർത്തനം വായിച്ചു. 2-3 ലൈനേ ഉള്ളൂ. അതിൽ കഥാനായകൻ തൻ്റെ പ്രണയിനിയോട് പറയുകയാണ്, നിനക്ക് പണം തീരെയില്ല, കാണാൻ ചന്തവും തീരെ കുറവ്, പക്ഷേ നീ എൻ്റെ അമ്മയെ അതിരറ്റ് സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അതുപോലെ തന്നെ കൊർഡോബയിൽ ജ്യേഷ്ഠൻ പറഞ്ഞ പോലെ അരിസ്റ്റോട്ടലിൻ്റെയും പ്ലേറ്റോയുടെയും മറ്റും പുസ്തകങ്ങൾ ശേഖരിച്ചു വച്ചിരുന്ന 70 പ്രമുഖ ലൈബ്രറികൾ തന്നെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ കൊർഡോബയുടെ ഭൂതകാല ചരിത്രത്തെക്കുറിച്ച് ലേഖക വർണ്ണിക്കുന്നുണ്ട്. ശില കൊണ്ടും ജലം കൊണ്ടും മനോജ്ഞമായ പൂവാടികൾ കൊണ്ടും ഫലവൃക്ഷത്തോപ്പുകൾ കൊണ്ടുമൊക്കെ അലങ്കൃതമായിരുന്ന എടുപ്പുകളും കൊട്ടാരങ്ങളും വിസ്തൃത ഹർമ്മ്യങ്ങളുടെയൊക്കെ വിവരണമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്ര മന്ദിരത്തിന് മുന്നിൽ ഇരുന്ന് ഒരു ഭിക്ഷക്കാരൻ വയലിൻ മീട്ടി പാടുകയാണ്. അപ്പോൾ ഒരു സ്പാനിഷ് കവി ആ വഴി കടന്നു പോകാനിടയായി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ കൊർഡോബയിൽ ഒരു അന്ധനായിരിക്കുക എന്ന് പറയുന്നത് അതീവ ദുഃഖകരമാണെന്ന്. കാരണം ഇത്രയും വണ്ടർഫുള്ളായിട്ടുള്ള ഒരു റിച്ച് കൾച്ചറും ദൃശ്യങ്ങളും ഒക്കെയുള്ള കൊർഡോബയിൽ ഒരു അന്ധനായിരിക്കുക എത്ര അൺഫോർച്ചുനേറ്റ് ആണ്. അയാളൊരു പൊന്നാണ്യം യാചകനിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ ഈ ലോർക്കയെക്കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞ് ഞാൻ ഈ ആൻഡലൂഷ്യ എന്നുള്ള പേര് കേട്ട് തന്നെ ഭ്രമിച്ചുപോയി. കാരണം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടിങ്ങനെ ഒരു ഭയങ്കര ഫാൻറ്റസി പോലെ നിലനിൽക്കുന്ന ഒരു പേരാണ് ആൻഡലൂഷ്യ. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പാറത്തോട് എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്താണ് ജനിച്ചു വളർന്ന്. അപ്പോൾ അവിടെ വായനയായിരുന്നു ആ കാലത്ത് പുറം ലോകത്തേക്ക് തുറക്കുന്ന ജാലകം. അപ്പോൾ അന്ന് ഈ കുങ്കുമം വാരിക സ്ഥിരമായി വരാറുണ്ടായിരുന്നു. അന്നത്തെ കുങ്കുമം നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, റീഡേഴ്സ് റൈസിൻ്റെ ഒക്കെ അത്രയും വലിപ്പമുള്ളതിന്. അപ്പോൾ അതിൽ കിളിമാനൂർ രമാകാന്തൻ സാർ ലോർക്കയുടെ കവിതകൾ തർജ്ജമ ചെയ്തിരുന്നു. ഓരോ ലക്കം ഓരോ കവിത വെച്ച്. പിന്നീട് വേറെ പലരും ആ കവിതകൾ തർജ്ജമ ചെയ്തുവെങ്കിലും രമാകാന്തൻ സാറിൻ്റെ അത്ര ആർജവത്വത്തോടെ മറ്റാരും ചെയ്തിരുന്നില്ല. അപ്പോൾ ആ ലോർക്കയുടെ കവിതകളിൽ ഈ സ്പാനിഷ് ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് ആൻഡലൂഷ്യ മിക്കപ്പോഴും കടന്നു വരാറുണ്ടായിരുന്നു. അപ്പോൾ ലേഖിക ഇതിനകത്ത് എഴുതുന്നുണ്ട്, ആൻഡലൂഷ്യയിലെ ഒരു ഗ്രാമപ്രദേശത്താണ് ലോർക്ക തൻ്റെ ശൈശവ ബാല്യങ്ങൾ ചിലവഴിച്ചതെന്ന്. അപ്പോൾ ആ ഒരു ഔത്സുക്യം കൊണ്ട് തന്നെയാണ് ഞാനിത് തിടുക്കപ്പെട്ട് വായിച്ചു തീർത്തത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ലോർക്കയുടെ അന്നത്തെ ഒരു കവിത ഞാനൊരു നോട്ട്ബുക്കിൽ പകർത്തി വെച്ചിരുന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ജീവിതം വിരസമാവുമ്പോൾ
ഞാൻ ഇത്തരം കുറിപ്പുകൾ വീണ്ടും എടുത്ത് വായിക്കും. കാരണം വീണ്ടും അതേ കാലത്തിലൂടെ കടന്നു പോവുകയാണെന്ന് എനിക്കൊരു റിഫ്രഷിങ് അനുഭവം തോന്നും. വെളിച്ചം കുറവായാൽ ചെറിയ കത്തിക്കടയിൽ ഉണ്ടായേക്കും. കണ്ണാടി കൊണ്ടുവന്നില്ല, ഓർത്തില്ല. ഗീതം എന്നാണ് കവിതയുടെ ശീർഷകം. ചന്തമാർന്ന മുഖമുള്ള പെൺകുട്ടി ഒലിവ് ഫലങ്ങൾ പെറുക്കുകയായിരുന്നു. ഗോപുരങ്ങളുടെ കമിതാവായ കാറ്റ് അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിക്കുകയായിരുന്നു. ആൻഡലൂഷ്യൻ കുതിരകളിൽ 4 സവാരിക്കാർ കടന്നുപോയി. അവർ നീലയും പച്ചയും ഉടുപ്പുകളും നീണ്ടു കറുത്ത മേലങ്കിയും ധരിച്ചിരുന്നു. കൊർഡോവയിലേക്ക് വരൂ പെണ്ണെ. അവളത് ശ്രദ്ധിച്ചതേയില്ല. ഒതുങ്ങിയ അരക്കെട്ടുള്ള ഓറഞ്ച് നിറത്തിലുള്ള ഉടുപ്പുകൾ അണിഞ്ഞ, പഴയ വെള്ളി കൊണ്ടുള്ള വാളുകൾ ധരിച്ച 3 മേഷയുദ്ധക്കാർ കടന്നുപോയി. പെണ്ണെ, സെമില്ലയിലേക്ക് വരൂ. അവളത് ഗവനിച്ചതേയില്ല. പരന്ന വെളിച്ചം കൊണ്ട് സായാഹ്നം ധൂമ്രവർണ്ണമാർന്നപ്പോൾ ചന്ദ്രനിലെ കൊഴുന്തും റോസാപുഷ്പങ്ങളുമായി ഒരു യുവാവ് കടന്നുപോയി. പെണ്ണെ, ഗ്രാനഡയിലേക്ക് വരൂ. അവൾ അത് ശ്രദ്ധിച്ചതേയില്ല. ചാരനിറമുള്ള കാറ്റിൻ്റെ അധരങ്ങൾ അവളുടെ അരക്കെട്ടിനെ പരിലാളിക്കുമ്പോൾ അവൾ ഒലിവ് ഫലങ്ങൾ പെറുക്കിക്കൊണ്ടേയിരുന്നു. ഈ പുസ്തകം നിങ്ങൾക്കൊരു മികച്ച വായനാനുഭവം പകരുമെന്ന് ഉറപ്പിന് നിർത്തട്ടെ. നന്ദി. ഇതിലേക്ക് കയറ്റി 2 വാക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഒന്നാമത് ഞാൻ മലയാളം അത്ര സംസാരിക്കാറില്ല. മലയാളം ഇങ്ങനെ പ്രസംഗം എന്ന് വന്നിട്ടുമില്ല. എനിക്കിഷ്ടമുള്ള, പക്ഷേ ഇപ്പം നിങ്ങളെല്ലാം മലയാളത്തിൽ സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നി. ഇപ്പം സക്കറിയൊക്കെ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചില കാര്യം സ്പെയിനിനെ പറ്റിയൊക്കെ പറയുമ്പോൾ, മലയാളികളെ പറ്റിയും ഉള്ള കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കും തോന്നി അതിനെക്കുറിച്ച് പറയാം. സ്പെയിനിൽ ഒരു 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് തോന്നുന്നു. ശങ്കർ അങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചു വന്ന് സംസാരിക്കാനായിട്ട്. 2 പ്രാവശ്യം പോയതിൽ ആദ്യം പോയപ്പോൾ വളരെ രസകരമായ ഒരു കൂട്ടുണ്ടായിരുന്നു എനിക്ക്. അയ്യപ്പ പണിക്കർ സാറും ഉണ്ടായിരുന്നു, ഗിരീഷ് കർണാട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംഘമായിട്ടാണ് ഞങ്ങൾ ഏഷ്യൻ കോൺഫറൻസിന് പോയതാണ്. 1999, 2000 അതിന് ആ പീരീഡിലാണ്. അപ്പോൾ അത് പണിക്കർ സാറിൻ്റെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഇതുണ്ടല്ലോ, സാർ സംസാരിക്കുമ്പം സാറ് എൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെറിയൊരു ബസ്സും ഒക്കെ പിടിച്ചു, കാറും ഒക്കെ പിടിച്ചു, അങ്ങനെ പലയിടത്തും ചുറ്റുമ്പോൾ സാർ ഓരോന്നും ഇങ്ങനെ അടിക്കും. കണ്ടോ, ആ പോകുന്ന ആളിനെ കണ്ടു, അയാളുടെ ഞാനിപ്പോൾ സ്പാനിഷ് സംസാരിക്കാം, സാറിന് സ്പാനിഷ് ഒന്നും അറിയില്ല എങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒന്ന് പറയും, അവരും അതുപോലെ കിടകടാന്ന് പറയും. അപ്പോൾ ആ സ്പാനിഷ് ഭാഷയുടെ ഒരു മ്യൂസിക്കാലിറ്റി പണിക്കർ സാറിൽ നന്നായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതൊരു വലിയ അനുഭവമായിരുന്നു അത് പോയത്. അപ്പോൾ അതിൽ ഞങ്ങൾ വളരെ രസമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയി. ഇപ്പം ആവിലയെ പറ്റി പറഞ്ഞുവല്ലോ. ഈ ആവിലയിൽ സെൻറ്റ് തെരേസ ഓഫ് ആവില, അതാണ് ആവില പട്ടണത്തിലേക്ക് നമ്മളിങ്ങനെ റൂട്ടിൽ ഞങ്ങളൊരു കാറിലാണ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ആ ഒരു സെൻറ്റ് തെരേസയുടെ പ്രസൻസ് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് സെഗോവിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു റീജിയനുണ്ട്. സ്പെയിൻ ഇസ് ഓൾ പല റീജിയനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെഗോവിയയിൽ ഒരു മൗണ്ട് ഉണ്ട്. അവിടെ ഈ കാർമലൈറ്റ്സിൻ്റെ സെൻ്ററാണ്. അതായത് ഈ എന്താ പറയുന്നത്, അതിന് സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ്, സാന്തല ക്രൂസ അതാണ് അവർ പറയുന്നത്. അവർ വളരെ വേഗം എന്തെങ്കിലും പറയുകയാണെങ്കിൽ വേഗം പറയുന്ന ആൾക്കാരാണ്, സ്പാനിഷ് ഭാഷയിൽ തന്നെ. അപ്പോൾ സാന്തല ക്രൂസ എൻ്റെ മൗണ്ടനുണ്ട്. അപ്പോൾ അവിടെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ കൂടെ എന്നോടൊപ്പം ഗവേഷണം, എൻ്റെ സ്റ്റുഡൻ്റായിട്ട് ഗവേഷണം ചെയ്തിരുന്ന ഒരാൾ അവിടെ സ്പെയിനിലുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ഗ്രാൻഡ് ഫാദർ വഴി ഞങ്ങൾക്കൊരു പെർമിഷൻ തന്നു. ഞാനും അയ്യപ്പ പണിക്കർ സാറും കൂടെ ഇങ്ങനെ ആ മൗണ്ടനിൽ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങൾ കയറി നോക്കാമെന്ന് ചോദിച്ചു. ഞങ്ങൾ 2 പേരും സാറിനെ പോലെ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കയറാൻ. പക്ഷേ ഞങ്ങൾ കയറി കുറച്ച് ദൂരം പോയി. എന്നിട്ട് ആ സ്ഥലത്ത് പോയി അവരുടെ ആ പള്ളിയിൽ പോയി താമസിച്ചു. ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പെർമിഷൻ തന്നു. അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ 2 ഹിന്ദുക്കളാണ്. അപ്പോൾ സാരമില്ല, നിങ്ങൾക്ക് ഇരിക്കാം. ഈ പറഞ്ഞ മാതിരി അധികം മലയാളികളെ ഇല്ല ആ സ്ഥലത്ത്. എനിക്ക് തോന്നുന്നില്ല സാന്തല ക്രൂസിൻ്റെ സ്ഥലത്ത് മലയാളികളില്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ ഒരു മലയാളിയും ഇല്ല, തമിഴും ഇല്ല. ഞങ്ങൾക്കറിയാവുന്ന ഭാഷ ഹിന്ദി, മലയാളം, തമിഴ് ഇതിലൊന്നും ആർക്കും പരിചിതമാണ്. കന്നഡ വരെ ഇല്ല. പിന്നെ അതിനകത്ത് താമസിച്ചിരുന്നപ്പം എനിക്ക് വളരെ രസകരമായ ഒരു അനുഭവം ഉണ്ടായി. അപ്പം രാത്രി ഈ സെയിൻറ്റ് ജോൺ ഇങ്ങനെ
ഒരു 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 അസെന്റ് ഓഫ് മൗണ്ട് കാർമൽ എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കവിതയുണ്ട്. അതുപോലെ തന്നെ ഒരു ലോങ് നെറേറ്റീവാണ് ഈ ദ അസെന്റ് ഓഫ് മൗണ്ട് കാർമൽ. അപ്പോൾ മൗണ്ട് കാർമലിൻ്റെ അതിനകത്ത് ഇങ്ങനെ അദ്ദേഹം നടന്നു പോകുന്നു, രാത്രി നടന്നു പോയിരുന്നു. അപ്പോൾ അതുവഴി ഒന്ന് നടക്കാൻ പറ്റുമോ എന്ന് ഞാൻ അവിടുത്തെ ഒരു പ്രീസ്റ്റിനോട് ചോദിച്ചു. നോ പ്രോബ്ലം, ഐ ഓപ്പൺ ദ ഡോർ ഫോർ യു. അപ്പോൾ ഹി ന്യൂസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇംഗ്ലീഷ്. ഡോറ് തുറന്നു. രാത്രി ഞാനങ്ങ് നടന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഒരു ഒരു നടത്തമായിരുന്നു. കാരണം ഞാൻ നടന്നിങ്ങനെ പോകുമ്പോൾ ഈ ലൈറ്റ്നിങ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദൂരെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഈ എൽ ഗ്രേക്കോ എന്ന് പറഞ്ഞൊരു പെയിൻറ്ററുണ്ട്, സ്പാനിഷ് പെയിൻറ്റർ, വളരെ പ്രസിദ്ധനാണ്. എൽ ഗ്രേക്കോയിൻ്റെ പെയിൻറ്റിങ്ങിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ലോങ്ങിഷ് ആയിട്ടുള്ള ലൈറ്റ്നിങ്ങും ഒക്കെ ഈ മൗണ്ടൻസ് ഇങ്ങനെ അടിക്കുന്നു. അതിനകത്ത് ഇങ്ങനെ നടന്നുപോയി അവിടെ ഏറ്റവും മുകളിലെത്തിയപ്പോൾ അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിന് മുമ്പ് തന്നെ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനങ്ങ് പകച്ചു നിന്നുപോയി. കാരണം അവിടെ പിയാത്താൻ്റെ വളരെ വലിയൊരു സ്കൾപ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്രൈസ്റ്റ് ഫിഗർ ഇങ്ങനെ മടി കിടക്കുന്നു. അപ്പം പുത്രൻ മടിയിൽ മരിക്കുന്ന ഒരു അമ്മ എന്ന് പറയുന്ന ആ ഒരു അമ്മയുടെ ഒരു ഇതുണ്ടായിരുന്നു. അതിങ്ങനെ കണ്ടു. ആ ലൈറ്റ്നിങ് അടിക്കുമ്പോഴത്തേക്കും ആ ഒരു എക്സ്പീരിയൻസ് ഇസ് അബ്സല്യൂട്ട്ലി റിമാർക്കബിൾ. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഏതാണ്ട് ഇത്രയും വർഷം, 20-25 വർഷം മുമ്പുള്ളത് പെട്ടെന്ന് ഇന്ന് ഈ വൈകുന്നേരം എനിക്കത് ഓർമ്മ വരുന്നു എന്നുള്ളതാണ്. നടന്ന് മുകളിൽ പോയി ഇത് കണ്ടു. ഇത് കഴിഞ്ഞ് വീണ്ടും നടന്നു പോയപ്പോഴത്തേക്ക് ഒരു മരമുണ്ട്, ഒരു സംതിങ് ലൈക്ക് ഒരു കോണിഫർ ഓർ ഫെർ ട്രീ ആണ്. ആ ഫെർ ട്രീയുടെ കീഴിലാണ് ഈ സെൻറ്റ് ജോണിന് ഈ റെവലേഷൻ കിട്ടിയത്, ഈ ലൈറ്റ്നിങ് വന്ന് അടിച്ചിട്ട് ദൈവത്തിൻ്റെ ഇത് കാണുന്നത്. അപ്പോൾ ആ മൗണ്ടൻ്റെ അടുത്ത് പോയി നിന്ന് അതിങ്ങനെ ഇതിൽ ഈ ലൈറ്റ്നിങ് വന്ന് അടിച്ചു. ആ മരവും കാണാം. ഒരു നൈറ്റ് അവിടെ നിന്നിട്ട് എൽ ഗ്രേക്കോയിൻ്റെ പെയിൻറ്റിങ്സും ആ ദൂരെ കാണുന്ന ആ ഒരു സ്പാനിഷ് കൺട്രി സൈഡും ഒക്കെ കണ്ടതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു യാത്രയിലുള്ള ഒരു അനുഭവം, ഒരു നിമിഷം ഇങ്ങനെയൊക്കെ കിട്ടുന്നതാണ്. ഇത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ അവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു, ഇതേ സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പണിക്കർ സാർ ചോദിച്ചു, മുകളിൽ കയറിയൊന്നു. ഞാൻ കയറി, മുകളിൽ പോയി. അവിടെ പോയി കണ്ടു. എന്ത് കണ്ടു? സെൻറ്റ് ജോണിൻ്റെ എന്തെങ്കിലും കണ്ടുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യം പറയാം. സാർ പറഞ്ഞു, ശരിയാണ്, നമുക്കിനി ഒരു രാത്രി കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ രാത്രി ലൈറ്റിനിങ് കാണാൻ പറ്റും. ഞങ്ങൾ കണ്ടു, കുറച്ച് നേരം കണ്ടു, തിരിച്ചു വന്നു. പിന്നെ വി ഹാഡ് ടു ഗോ അവേ. വി വെൻറ്റ് ഓൾ ദി വേ ടു സലമാങ്ക. സലമാങ്ക എന്ന് പറഞ്ഞൊരു, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഈ സലമാങ്കയെ പറ്റി പറയുന്നില്ല. സലമാങ്ക ഈസ് ദ പ്ലേസ് വേർ യു ഹാവ് ദ ലാർജസ്റ്റ് ലൈബ്രറി ഇൻ ദ വേൾഡ്. ദ ലാർജസ്റ്റ് ലൈബ്രറി, ബുക്സ് വെച്ച് തന്നെ ഉള്ള ലൈബ്രറി. അൺബിലീവബിൾ. ഞാനും ഉഷയും കൂടെ അവിടെ പോയതാണ്. അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ശങ്കർ വിൽ ബി ഡിലൈറ്റഡ്. എൻ്റെ ലൈബ്രറി കിട്ടിയപ്പോൾ 2 ഇതല്ലേ കിട്ടി. ഇതങ്ങനെയല്ല, ഒരു 10-25 നിലയുള്ള ലൈബ്രറിയുടെ അകത്ത് കയറി നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. എനി ബുക്ക് യു വാണ്ട് യു ക്യാൻ പിക്ക് അപ്പ്. അവിടെ ഞങ്ങൾക്ക് ടോറ, ഈ ജൂയിഷ് സീക്രട്ട് ടെക്സ്റ്റ് ഉണ്ടല്ലോ, ടോറ, ആ ടോറയുടെ ഒറിജിനൽ സാധനമൊക്കെ അവരിങ്ങനെ കാണിച്ചു തന്നു ഞങ്ങൾക്ക്. അപ്പം അങ്ങനെയൊക്കെ പല കാണാൻ പറ്റുന്നതാണ്. സലമാങ്കയിൽ വന്നു, കുറച്ചു കാലം സ്പെൻഡ് ചെയ്തു. പക്ഷേ സെക്കൻഡ് ടൈം വെൻ ഐ കെയിം ടു ദിസ് പ്ലേസ്, ഞാൻ വീണ്ടും ഇതേ സ്ഥലത്ത് പോയി താമസിച്ചു. സെഗോവിയയിൽ പോയി. എനിക്ക് വീണ്ടും കാണണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ പ്രീസ്റ്റിനോട് ചോദിച്ചിരുന്നു, എനിക്ക് ഒന്നുകൂടെ മുകളിൽ പോകണം. ഹി ഡിഡ്ന്റ് പെർമിറ്റ് മീ. അയ്യോ, അങ്ങനെ പോകാൻ പറ്റില്ല. വി ഡോണ്ട് അലോ എനിബഡി ടു ഗോ. അപ്പോൾ then I try to, can I have it? അപ്പോൾ അന്ന് ഈ സെൽഫോണൊന്നുമില്ല. can I have ഒരു കോൾ വിത്ത് സംബഡി എൽസ് പറയാം. അങ്ങനെ വിളിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചു. അപ്പോൾ ഈ സൈഡ് ഇല്ല, ഞാൻ ഐ വിൽ മേക്ക് അറേഞ്ച്മെൻറ്റ്സ്, ഡോണ്ട് വറി, യു വാണ്ട് ടു ഗോ ടു ദ പ്ലേസ്. അപ്പോൾ എഗെയിൻ വിളിച്ച് ആ പ്രീസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു. പ്രീസ്റ്റ് പെർമിറ്റ് ചെയ്തു. വീണ്ടും ഞാൻ പോയി. പക്ഷെ രണ്ടാമത് പോയപ്പോൾ എനിക്ക് ആദ്യം പോയതിൻ്റെ ആ ഒരു അനുഭവമൊന്നുമില്ല. അത് ഈ സക്കറിയ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ചരിത്രത്തെക്കുറിച്ചുള്ളൊരു ബോധം, സമയം, സ്പേസ്, ഇങ്ങനെയുള്ള ഒരു അവെയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യപ്പെടും എന്ന് പറയുന്നില്ല. ചില സമയത്ത് അത് എൻഹാൻസ് ചെയ്യപ്പെടത്തില്ല. നമ്മൾ അറിയാതെ പോകുന്ന ചില സ്പോണ്ടേനിയസ് ആയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ, ബ്രസീലിലൊക്കെ പോയവർക്കറിയാം, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആ സ്റ്റേഡിയത്തിൽ അങ്ങ് പോവുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനെ. അപ്പോൾ ഈ ആരവത്തിനോടൊപ്പം അറിവില്ലായ്മ ഒരു കണക്കിന് ഒരു റെവലേഷൻ ഉണ്ടാകാറുണ്ട് പലപ്പോഴും. നമ്മൾ ചരിത്രബോധം ഉണ്ടാവുകയാണെങ്കിൽ വി ബിക്കം സോ കോൺഷ്യസ് ഓഫ് ഇറ്റ്. ഇപ്പം ചിത്രകലയിലായാലും സ്കൾപ്ചറിലായാലും എല്ലാത്തിലും ഇപ്പം തന്നെ വാൻഗോഗിൻ്റെ ചിത്രങ്ങൾ, നൈറ്റ് സ്കൈ എന്നോ എന്തെങ്കിലും വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ്, ഇതൊക്കെ കാണുകയാണെങ്കിൽ വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസിൻ്റെ ഒറിജിനൽ കണ്ടിട്ടുള്ളെങ്കിൽ നമുക്കറിയാം. കാരണം അതിനകത്ത് കയറി പോകുമ്പോഴത്തേക്ക് ഇത്രയും കൂറ്റൻ പെയിൻറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പെയിൻറ്റിങ്സാണ് വെച്ചിരിക്കുന്നത്. ഒരു വലിയ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഒന്നുമല്ല. നമ്മൾ എന്തുകൊണ്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു
വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നു. ഈ പെയിൻറ്റിങ് കാണിച്ചിട്ട് നിങ്ങളോട് പറയുന്നു, ദിസ് വാസ് ഡൺ ബൈ ദ ഗ്രേറ്റ് വാൻ ഗോഗ്, വിൻസെന്റ് വാൻ ഗോഗ്, ദ ഡച്ച് പെയിൻറ്റർ. ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ഇൻ്റർപ്രിറ്റിംഗ്. ദെൻ യു ലുക്ക് അറ്റ് ദ പെയിൻറ്റിംഗ് ആൻഡ് ദെൻ യു സേ ദിസ് ഇസ് വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ്. അപ്പം വീറ്റ് ഫീൽഡ് എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? വീണ്ടും നിങ്ങൾ ആലോചിക്കുന്നു. അപ്പം നിങ്ങളുടെ അറിവ് വീണ്ടും വരുന്നു. അടുത്ത അറിവ് നിങ്ങൾക്ക് കൊടുക്കുന്നത് ദിസ് ഈസ് ദ ലാസ്റ്റ് പെയിൻറ്റിംഗ് ഡൺ ബൈ വിൻസെന്റ് വാൻ ഗോഗ്. Then you start to look for, okay, connections, yellow, orange, sky. And then you say, this is the last painting done by the great Dutch artist Vincent van Gogh before he shot himself. Then you start interpreting, okay, the symbolizing, ആ ക്രോ കാണുന്നതെല്ലാം സിംബൽസ് ഓഫ് ഡെത്ത് ആണ്. അപ്പം നമ്മൾ ശരിക്കും ആ പെയിൻറ്റിങ്ങിൻ്റെ സ്പോണ്ടേനിറ്റി വിട്ടിട്ട് അറിവ് തേടി അതിൻ്റെ പെർസ്പെക്റ്റീവൽ ഹിസ്റ്ററി അന്വേഷിച്ച് പോകുന്നതാണ്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് എൻഹാൻസിങ്. എൻ്റെ ഒരു ഡൗട്ട് ഞാനിപ്പോൾ ചോദിക്കുകയാണ്. ഞാനത് അതിനോട് എഗ്രി ചെയ്യുന്ന ആളാണ്. അറിവ് വേണം, കാരണം ഒരു അധ്യാപകനായിട്ട് എത്രയോ വർഷം ജീവിച്ച് 40 വർഷം പഠിപ്പിച്ചവനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു വേണം തോന്നുന്നു. പക്ഷെ അതില്ലാതെ, അറിവില്ലാതെ ചില സമയത്ത് കിട്ടുന്ന സ്പോണ്ടേനിറ്റി, ലോർക്കയുടെ കവിതയോടെ പറഞ്ഞുമല്ലോ, ലോർക്കയുടെ ആ ഒരു സ്പോണ്ടേനിറ്റിയൊക്കെ അറിഞ്ഞിട്ടോ അറിവിൽ കൂടി കിട്ടിയതോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലേണിങ്ങിൽ കൂടി കിട്ടിയതോ അല്ല. സ്പെയിനിൽ രണ്ടുമുണ്ട്. ആ സ്പോണ്ടേനിറ്റി ഉണ്ട്, ബുൾ ഫൈറ്റിങ്ങും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ദ ലാർജ് കളക്ഷൻ ഓഫ് പെയിൻറ്റിങ്സ്. ആൻഡ് മാഡ്രിഡിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാരഡൈസ് ഫോർ പെയിൻറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ്. ഓൾ യു ഹാവ് ടു ഡു ഇസ് ടു ബി ദെയർ ഇൻ മാഡ്രിഡ്. ഒരു പ്രാവശ്യം ഞങ്ങൾ മാഡ്രിഡിൽ പോയപ്പോൾ എന്നോടൊപ്പം JNU ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ, മകരന്ത് പരഞ്ച്പേ, മകരന്ത് ഇസ് ആക്ച്വലി നൗ ദ ഡയറക്ടർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി ഇൻ ഷിംല. അപ്പോൾ മകരന്ത് അന്ന് JNU പ്രൊഫസറായിരുന്നു. മകരന്ത് ഞാനും ഇവിടെ, ഞങ്ങൾ വയഡോളിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയിലാണ് പോയത്. വയഡോളിലെ ലെക്ചറെല്ലാം കഴിഞ്ഞു. ലെക്ചർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ശരി മാഡ്രിഡിൽ പോയിട്ട് നമുക്ക് കുറച്ച് പെയിൻറ്റിങ്സ് കാണണം, അതിനാണ് എൻ്റെ പ്രധാന ഇഷ്ടം, ഞാൻ വരുന്നു. മകരന്ത് വരുന്നു എന്ന് ചോദിച്ചു. ശരി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബസ്സിൽ കയറിയിട്ട് മാഡ്രിഡിൽ പോയി. വലിയ പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വന്നങ്ങ് മാഡ്രിഡിൽ സിറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും വി ആർ നോട്ട് പ്രിപ്പയർഡ്. ഇവിടെ ഒന്നും താമസിക്കാനുള്ള ഒരു ഇതുമില്ല, വെറുതെ അങ്ങ് പോവുക, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. മകരന്തും വളരെ സെൻസ് ഓഫ് അഡ്വഞ്ചറുള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കുറേ ദൂരം പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മകരന്ത് പറഞ്ഞു, ഈ പെട്ടിയും എടുത്തുകൊണ്ട് നമുക്ക് രണ്ടുപേരും പോയാൽ എവിടെയും താമസിക്കാൻ സ്ഥലം കിട്ടത്തില്ല. ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നില്ല, ഞാനൊന്ന് നടന്നിട്ട് വരാം, എവിടെയെങ്കിലും ഒരു മുറിയോ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വരാം. സ്പാനിഷ് പീപ്പിൾ ആർ സോ നൈസ്, അവർ നമ്മളോട് വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കും, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ എന്തെങ്കിലും ഒരു മുറി കണ്ടിട്ട് വരാം. മകരന്ത് പോയി. ഞാൻ തണുപ്പത്ത് വിറച്ചിങ്ങനെ പെട്ടിയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞു, ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മകരന്ത് തിരിച്ചു വന്നു. ഒരു രക്ഷയില്ല, നമുക്കിന്ന് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അവർ പിടിച്ചോണ്ട് പോകും, റൂമൊന്നും കിട്ടത്തില്ല. ആൻഡ് യു ട്രൈ യുവർ ലക്ക് എന്ന് പറഞ്ഞു. ശരി ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഈ പെട്ടിയൊക്കെ അപ്പം വെയിറ്റ്ലെസ്, പെട്ടെന്ന് നമ്മൾ യൂറോപ്പിലൊക്കെ പോയാൽ നമുക്കറിയാമല്ലോ, ഈ വലിയ കോട്ടും സൂട്ടും പെട്ടിയോ ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു അനുഭവമാണ്. അപ്പോൾ ഒന്നുമില്ല, ചുമ്മാ ഹാപ്പി ആയിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. നടന്നൊരു ഒരു 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 സ്റ്റെയർ കേസിൽ ഒരു വീട് ടു ലെറ്റ് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കയറിപ്പോയി. ഫസ്റ്റ് ഫ്ലോറിൽ പോയി. പലയിടത്തും കഴിഞ്ഞതിന് ശേഷം ഒരിടത്ത് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ an old woman was sitting there in the corner. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, റൂം റെൻറ്റ് അറ്റ്ലീസ്റ്റ് 1 night എന്നൊക്കെ പറഞ്ഞു. ജർമ്മൻ, സ്പാനിഷ്, ഇറ്റാലിയൻ എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞു. നോ വളരെ റൂഡായിട്ട് നോ. ഇതാണോ സ്പാനിഷുകാരുടെ വലിയ ക്രെഡിറ്റ് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ബാക്കിൽ പിക്കാസോൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ഉണ്ട്. Then I looked at that and I said, that's Picasso immediately. Just വേറൊന്നുമില്ല, പിക്കാസോ എന്ന് പറഞ്ഞു. ആ സ്ത്രീ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു, പിന്റൂറോ, are you a painter? Come in. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് അകത്ത് വിളിച്ചോട്ട് പോയി. യു വാണ്ട് ടു സ്റ്റേ ഹിയർ, ആപ്പിൾ എല്ലാം കൊണ്ട് തന്നു, എന്ത് വേണമെന്നൊക്കെ പറഞ്ഞു. ഐ ഗിവ് യു എ റൂം, യു സ്റ്റേ ഹിയർ, യു ടേക്ക് ദ ഹോൾ റൂം, സ്റ്റേ ഹിയർ, ദിസ് ഹോൾ പ്ലേസ് ഇസ് ഫോർ യു, സ്പെൻഡ് ആസ് മെനി ഡേയ്സ് എസ് യു വാണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പെയിൻറ്ററിൻ്റെ റെസ്പെക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അയാൾ പുറത്ത് നിൽക്കുകയാണ്, അയാളെ കൂടെ കൊണ്ടുവന്നുണ്ട്. ഷീ ലുക്ക്ഡ് അറ്റ് മീ, മേ ബി ഇറ്റ്സ് എ റോങ് ഫ്രണ്ട് എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ഷീ എഗ്രി, ഓൾ റൈറ്റ്, ബ്രിങ് ഹിം അലോങ്. മകരന്തിനിപ്പോൾ സ്ഥലം കിട്ടി, വാ, ഒന്നും പറയണ്ട, പെയിൻറ്ററാണെന്ന് പറഞ്ഞ് വന്നാൽ മതി. ഞാനും മകരന്തും കൂടെ വളരെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒപ്പിച്ചു. അകത്ത് കയറി പിൻറ്റൂറോ എന്ന് പറഞ്ഞു, ആപ്പിൾ തന്നു. ദിസ് ലേഡി വാസ് സോ ഹോസ്പിറ്റബിൾ, എന്തുമാത്രം സ്നേഹം, എന്തുമാത്രം. ഷീ ഗേവ് us enough ഫുഡ്. ഹോൾ നൈറ്റ് താമസിച്ചു. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ബാൽക്കണിയിൽ നിന്ന് കാണിച്ചു തന്നു ടാക്സി
ഇവിടെ ഒന്നും പോയി ടാക്സി എടുക്കരുത്, നിങ്ങൾക്ക് ഗാലറി പോകണമെങ്കിൽ ഇവിടെ ഒന്നും പോരുത്, കാരണം പിക്കാസോവിൻ്റെ ഗാലറി ഉണ്ട്, അവിടെ ഒന്നും പോകണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണ്ട, മൂച്ചോ മണി ഇവിടെ ഒന്നും പോകണ്ട, കുറച്ച് ദൂരം, കാരണം പെയിൻറ്റേഴ്സ് ആയാൽ കുറച്ച് പൂറായിരിക്കും എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. സോ യു കാൺട്ട് ഇമാജിൻ ദ കൈൻഡ് ഓഫ് വാംത്ത് ആൻഡ് the happiness that this Spanish people, give to us. This is remarkable. These are some of the snippets. ഇപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്പെയിനെ കുറിച്ച് തോന്നുന്നതും കാണുന്നതും ഒക്കെ ഈ പുസ്തകം എനിക്കറിയില്ല, ഞാൻ വായിച്ചില്ല, ആൻഡലൂഷ്യൻ ആണെന്ന് പറഞ്ഞു എനിക്കറിയില്ല. ബട്ട് എനിബഡി ഹൂസ്, ഇപ്പം നമ്മളെല്ലാം ഐ ഡോണ്ട് നോ, എൻ്റെ ഏജിലുള്ള കുറേ പേര് ഇവിടെ ഉണ്ട്. കുട്ടിക്കാലത്ത് നമ്മളെല്ലാം കണ്ടു കാണും ഈ ഡാലിയുടെ ഉൻഷ്യൻ ആൻഡലു, ദ ആൻഡലൂഷ്യൻ ഡോഗ്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ആൻഡലൂസിയ എന്ന് പറയും. ആൻഡലൂസിയ ഇറ്റ്സ് വൺ ഓഫ് ദി റിമാർക്കബിൾ സർറിയലിസ്റ്റ് സിനിമാസ്. നമ്മൾ തിയേറ്ററിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അവിടെ മഡ്രിഡിൽ പോയി കഴിഞ്ഞാൽ ഡാലിയുടെ ഗാലറി ഉണ്ട്, ആ ഗാലറിയിൽ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഫ്രീ ആയിട്ട്, 24 hours ദ സെയിം ഉൻഷ്യൻ ആണ്ടാളും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവിടെ പോവാം, അവിടെ ഇരിക്കാം, ഈ സിനിമ കാണാം, ഇറങ്ങി വരാം. എപ്പോഴും ആളുകൾ കാണും, ഇപ്പോഴും അവിടെ എപ്പോഴും ആ സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കും ഈ സിനിമ കാണാൻ. അപ്പോൾ ആൻഡലൂഷ്യൻ ഡോഗ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഇറ്റ്സ് എ സർറിയലിസ്റ്റ് എക്സ്പീരിയൻസ്. ഇതിനകത്ത് പലതരത്തിലുള്ള മറന്നു പോകാൻ പറ്റാത്ത മൂന്നും ഈ ബ്ലേഡ് കൊണ്ട് കണ്ണു മുറിക്കുന്നതൊക്കെ ചില സീൻസ് ഉണ്ട്, അതൊക്കെ നമുക്കെല്ലാം ഓർമ്മ കാണും. അപ്പോൾ സ്പാനിഷ് പീപ്പിൾ ആർ റിയലി റിമാർക്കബിൾ, ദേ ആർ ഹോസ്പിറ്റബിൾ, ദേ ആർ ജോയസ് ആൻഡ് ദേ ആർ റിയലി ഫ്രണ്ട്ലി പീപ്പിൾ. ആൻഡ് ട്രാവലിംഗ് ഇൻ സ്പെയിൻ എക്സ്ക്ലൂസീവ്. പക്ഷേ ഇതൊക്കെ ആയാലും സ്പെയിൻകാർക്ക് കുറച്ച് പേടി, ദേഷ്യം റോമക്കാരോടാണ്. സക്രിയ നല്ലോണം പറഞ്ഞതാണ്. കാരണം റോമ ആണ് സ്പെയിനെ മുഴുവൻ വെട്ടി നാശമാക്കിയത്. റോമൻ ഗാലീസിന് വേണ്ടിയിട്ട്, വലിയ ഷിപ്പ്, ഈ സ്ലേവ് ഗാലീസിന് വേണ്ടിയിട്ട് സ്പെയിനിലുള്ള എല്ലാ മൗണ്ടൻസും അവർ വെട്ടി നുറുക്കി കാലിയാക്കി. ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ലാൻഡ്, കാരണം എല്ലാ മരങ്ങളും എല്ലാം വെട്ടി അവർ ഷിപ്പാക്കി കൊണ്ടുപോയി. അതുകൊണ്ട് ബി കെയർഫുൾ, ഡോണ്ട് ടോക്ക് അബൌട്ട് റോമൻസ് വെൻ യു ആർ ഇൻ സ്പെയിൻ, ബട്ട് വെൻ യു ആർ ഇൻ സ്പെയിൻ ബി എ സ്പാനിഷ്. Enjoy. I am so glad that Shankar has this remarkable company, and you are all here to release this book. The great Zakaria is here, and he has spoken so well, provocative, thoughtful. Rosemary, my friend, is also there. She has quoted from Lorca. I am so glad that you are all here. Thank you very much. പ്രിയപ്പെട്ട സക്രിയ സാർ, പ്രിയപ്പെട്ട റോസ്മേരി ചേച്ചി, പ്രിയപ്പെട്ട ശങ്കർ സാർ, പ്രിയമുള്ളവരെ, ഞാനൊരു കത്തോലിക്ക പുരോഹിതനായിരിക്കുന്നതിൽ അഭിമാനം തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ വളരെ തുച്ഛമാണ്. അത് ഈ യാത്ര ചെയ്തിട്ടുള്ളപ്പോഴാണ്. എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു വർഷം ഒരു ഓഫ് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് തിയോളജി പഠിക്കാൻ പോകുന്നതിന് മുമ്പ് സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും പോവുക. അപ്പം ആ സമയത്ത്, അതായത് 95, 94, 95 വർഷങ്ങളിൽ, 96 ആഫ്രിക്കയിലാണ് പോയത്. മൺട്രോവിയ, അതുപോലെ തന്നെ ആക്ര, ഹാന, അങ്ങനെ കുറച്ച് ദേശങ്ങളിൽ 11 മാസം ഇങ്ങനെ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ എല്ലാ ദിവസവും എഴുന്നേറ്റ്, അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റുഡൻറ്റ്, ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് വിദേശത്ത് പോവുക, ഭാഷ അറിഞ്ഞുകൂടാത്തടത്ത് പോവുക, ഭക്ഷണം കൊള്ളാത്ത ഒരു സ്ഥലത്ത് പോവുക, ഡെയിലി മലേറിയ ഗുളിക കഴിക്കുന്ന, മലേറിയക്ക് മെഡിസിൻ എടുക്കുന്ന ഒരു സ്ഥലത്ത് പോവുക എന്നൊക്കെ പറയുമ്പോൾ വളരെ അസ്വസ്ഥയാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യുന്നത് ഇന്ത്യൻ കലണ്ടർ കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പോൾ ഇന്ത്യൻ കലണ്ടറിൽ ഒരു കോളോങ് വെട്ടുക, അപ്പോൾ ഇങ്ങനെ എണ്ണും. അപ്പോൾ ഇങ്ങനെ അവിടുത്തെ കോഴ്സിൻ്റെ ഡയറക്ടർമാർ പറയും, ഇനി കുറച്ച് നാളൂടെ ഉള്ളു, മര്യാദയ്ക്ക് ഈ ബാക്കിയുള്ള മാസമെങ്കിലും നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും കുറച്ച് മാസമല്ല, ഇത്ര ദിവസമേ ഉള്ളൂ എന്ന് നമ്മൾ കൃത്യം തിരുത്തി പറയുമായിരുന്നു. അപ്പം യാത്ര എന്ന് പറയുന്ന ഒരു സംഗതിയോട് അന്നൊക്കെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലത്ത് വലിയ വിമുഖതയൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഓരോരുത്തരും, ഇപ്പോൾ സക്രിയ സാറിൻ്റെ അടക്കം ആഫ്രിക്കൻ യാത്രയൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഈ യാത്രയെക്കുറിച്ചുള്ള ആലോചനയൊക്കെ ഇങ്ങനെ കുറേ വായനകൾക്ക് ശേഷം എത്തുമെന്ന് തോന്നും, എന്തോരം മണ്ടത്തരമാണ് ഒരുപക്ഷെ അന്ന് ചെയ്തത്. ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഇടങ്ങളിലേക്ക് പെട്ടെന്ന് ഈ സ്റ്റുഡൻറ്റ് വിസ ആയതുകൊണ്ട് തന്നെ കോഴ്സിൻ്റെ ഡയറക്ടർമാർ അടുത്തടുത്ത രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ബില്ലിംഗ് ആകുമ്പോൾ നമ്മൾ വിമുഖത കാണിക്കുകയും പോകാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകാതിരുന്നതിൻ്റെ കുറവ് മനസ്സിലാക്കുന്ന ഈ അടുത്ത കാലങ്ങളിലാണ്. ഈ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ, യാത്രാ പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങിയപ്പം പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ. എല്ലാ യാത്രകളും ഇന്ദ്രിയ ചികിത്സകളാണ്. ഓരോ കൾച്ചറിനെ ഇങ്ങനെ നമ്മുടെ ബോധത്തിലേക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്കും ഇൻബിൽറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ ഈ ഇൻബിൽറ്റിങ് നടത്താൻ പറ്റിയ സാഹചര്യം ഉണ്ടായിട്ട് ഉപയോഗിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആൻഡലൂഷ്യൻ ഡയറി എന്ന് പറയുന്ന ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഈ പേര്, നേരത്തെ റോസ്മേരി ചേച്ചി പറഞ്ഞ പോലെ ഓർക്കുക. തീർച്ചയായിട്ടും
ലോർക്കയുടെ പേരിലാണ്. ലോർക്കയ്ക്ക് സമാനമായ ആ കാലഘട്ടത്തിൻ്റെ എത്രയോ കഥകളാണ് അതിനകത്ത് രേഖപ്പെടുന്നത്. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ മൈൻഡോട് കൂടി ഒരു നോൺ ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഏറ്റവും ചെറിയ മീറ്ററിൽ മലയാള ഭാഷയെ വിദൂരത്തിരുന്ന് വിദേശത്തിരുന്ന് എങ്ങനെ ആലേഖനം ചെയ്യാമെന്നൊക്കെയുള്ള വലിയ ഉദാഹരണമാണ് ഈ പുസ്തകം. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത് പേപ്പർ പബ്ലിക്ക എന്ന് പറയുന്ന അൻസാറിൻ്റെ പ്രസാദന കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ വിനീതമായ അഭ്യർത്ഥന, ഇത് രാമേശ്വരം മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലായിടവും എല്ലാ ജില്ല തോറും എല്ലാ മാർക്കറ്റ് തോറും ഔട്ട്ലെറ്റ് ഉള്ള ഒരു പ്രസാദ സംഘമല്ല പേപ്പർ പബ്ലിക്ക. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും അവരുടെ ഫേസ്ബുക്ക് കോളിലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങളുടെ പേഴ്സണൽ വാട്സപ്പ് ബന്ധങ്ങളിലൊക്കെ ഈ പുസ്തകം എത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരു ദേശത്തിൻ്റെ ചരിത്രം മുഴുവൻ അതിനകത്തുണ്ട്. ഇപ്പോൾ ആവിലായിലെ അമ്പത്രേശ്യയെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും പരാമർശിക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ അക്കമ്പനി ചെയ്തത്, ഈ എഴുത്തുകാരി അക്കമ്പനി ചെയ്തത് തീർച്ചയായിട്ടും ഒരു കടുത്ത വിശ്വാസിയായിരിക്കും. കടുത്ത വിശ്വാസിക്ക് തീർച്ചയായിട്ടും ആവിലായിലെ അമ്പത്രേശ്യ പോലെ ഒരു റിബലിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്ക് സാറ് അത് മൊത്തം കൃതികൾ വായിച്ചുകൊണ്ടാണ് ഈ തമാശ രൂപത്തിലൂടെ ഇതിനേക്കാൾ വലിയ തമാശകളുണ്ട്. സാർ ഓർത്തോർത്ത് ചിരിക്കുന്നുണ്ടാവും ഓരോ തമാശകളും ഓർത്തിട്ട്. അപ്പം ജോൺ ഓഫ് ദ ക്രോസിനെ കുറിച്ചും പറയുന്നത്, ലീഡ് കൈൻഡ്ലി ലൈറ്റ് എമിഡ് ആൻഡ് സർക്കിളിംഗ് ഗ്ലൂം ലീഡ് ദൗ മിയോൺ എന്ന് പറഞ്ഞിട്ട് ഈ മല കയറുന്നത് മുഴുവൻ ഇങ്ങനെ പാടിക്കൊണ്ടാണ്, ഈ പാട്ട് പാടിക്കൊണ്ടാണെന്ന് പറയും, ഈ കവിത പാടിക്കൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഈ വിശുദ്ധം എന്നൊക്കെ പറയുന്നെങ്കിലും ഈ വിശുദ്ധത്തിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നമ്മൾ പറയുന്ന ഈ സ്പിരിച്വലിസം എന്ന് പറയുന്ന സംഗതിയൊക്കെ ഇത് അവനവന് അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടയിൽ കിട്ടുന്ന ഒരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നു ഈ ചെറിയ പുസ്തകം 158 മറ്റോ പേജുള്ള ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ രേഖപ്പെടുത്താതെ പോകുന്ന ഈ സംഗതികളിലൂടെ കൂടി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ മൈൻഡോട് കൂടി എഴുതപ്പെട്ട ഒരു നോൺ ഹിസ്റ്റോറിക്കൽ പുസ്തകം എന്ന രീതിയിൽ ഈ യാത്രയെ സമീപിക്കാൻ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഇതാണ്, ഇത് കൂടുതൽ പേരിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇത് വായിക്കണം. ഈ പറയുന്ന ഒരു ചിത്രകലയുടെ സാമ്രാജ്യം, കവിതയുടെ സാമ്രാജ്യം, ഒരുപാട് എഴുത്തുകാർ വന്ന് ഒളിച്ചു താമസിച്ച സ്ഥലം, ഒരുപാട് എഴുത്തുകാർ മൈഗ്രേറ്റ് ചെയ്തെത്തിയ സ്ഥലം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ദേശത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം വായിക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറേയും കൂടെ. ഞാൻ ആഫ്രിക്കയിൽ അന്ന് പേടിയൊക്കെ ഉണ്ടായിരുന്നു. സിവിൽ വാറിൻ്റെ കാലമായിരുന്നത്. 2 ഭക്ഷണം വളരെ മോശമായിരുന്നു. അടിക്കടി മലേറിയ എന്ന് പറയുന്ന രോഗം പിടിപെട്ടിരുന്നു. പിന്നെ ഈ അന്ന് CDs ആയിരുന്നു അവിടെ. നമ്മളിപ്പോൾ ഇവിടെ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു ബിഗ് ഷോപ്പർ കാലി ബിഗ് ഷോപ്പറാണ് കൊണ്ടുപോകുന്നത്. അവിടെ ആയിരിക്കുമ്പം ഈ ബിഗ് ഷോപ്പർ നിറയെ ഈ CDs നോട്ടടിക്കൊണ്ട് പോകണം. ഒരു ചായ കുടിച്ചിട്ട് പോലും കൊടുക്കണം ഈ അടുക്കിന് CDs. ആകെ അക്കാലത്ത് ആശ്വാസം ഉണ്ടായിരുന്ന 2 ചാനൽ അവിടെ കിട്ടുമായിരുന്നു, ഏഷ്യാനെറ്റ്, സൂര്യൻ. അപ്പം ഒരു തമിഴ് കുടുംബമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് എല്ലാ ദിവസവും വൈകിട്ട് ആ വീട്ടിൽ പോയിട്ട് ഈ TV കണ്ടാണ് ആകെ റിലാക്സേഷൻ ഉണ്ടായിരുന്നത്. അപ്പം യാത്രയോട് അന്ന് ഉണ്ടായിരുന്ന വിമുഖതയല്ല, പക്ഷേ ഇപ്പം ഓരോ ദേശചരിതവും വായിക്കുമ്പോഴും ദേശചരിത്രവും കേൾക്കുമ്പോഴും ഏതാണ്ട് അതേ അനുഭവം, അതിൻ്റെ അതിതീവ്രമായ അനുഭവം തീർച്ചയായിട്ടും ഈ കുഞ്ഞു പുസ്തകം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പുസ്തകത്തിനും എഴുത്തുകാർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ പുസ്തകം കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരവരുടെ ഫേസ്ബുക്ക് പേജിലും വോളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ പുസ്തകത്തെ പ്രൊമോട്ട് ചെയ്യണമെന്ന് വിധമായി അഭ്യർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി. മോതിര സമാനമായിട്ടുള്ള രൂപത്തിൽ നിന്ന് ഞാൻ കേരളത്തിലൊരു കെട്ടിടം പണിയാണ്. നമ്മുടെ സാറിൻ്റെ അടുത്ത് കോഴയിൽ, പാലയ്ക്കടുത്തുള്ള കുറവിലങ്ങനടുത്തുള്ള കോഴയിൽ ഒരു സയൻസ് സിറ്റിയുടെ ഏറ്റവും മനോഹരമായ ഒരു പ്ലാനറ്റോറിയം പണി. കേരളത്തിൽ ഇങ്ങനത്തെ സമാനമായിട്ടുള്ള കെട്ടിടം വന്നിട്ടില്ല. ഒരു മോതിരത്തിൻ്റെ ഒരു പ്ലാസ്റ്റിക്, ഒരു വേഴ്സറ്റൈൽ, നമ്മൾ മനസ്സിൽ സങ്കല്പിക്കാനൊക്കാത്ത രീതിയിലുള്ള രൂപകൽപ്പനയിലേക്ക് പോകണം. സ്പെയിൻ ചടുല താളമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ സാൽസ ഡാൻസിങ്ങും അതിൻ്റെ ഭക്ഷണ രീതികളും ഒരിക്കലും നമ്മുടെ ഒരു കാര്യവും ശമിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ ഒരുപാട് ദാഹങ്ങളെ ശമിപ്പിക്കുന്നതാണ് സ്പെയിൻ പല രീതിയിൽ. അതിൻ്റെ ആർക്കിടെക്ചർ, ഗോയ തൊട്ടുള്ള ചിത്രകാരന്മാർ, പിക്കാസോയുടെ ചിത്രകാരന്മാർ, ചരിത്രത്തിൻ്റെ രക്തരൂഷിതമായിട്ട് ചരിത്രം, ജനറൽ ഫ്രാങ്കോയിൽ തുടങ്ങിയത്. എനിക്ക് ഈ പുസ്തകം എനിക്ക് ഒറ്റ വായനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചരിത്രത്തിൻ്റെ അത് ആദ്യത്തെ ആമുഖ വലിയ പറയുന്നത് ഡോക്ടർ സലിമ പറയുന്നുണ്ട്, ഈ മൂറിഷ് ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നോർത്ത് സ്പെയിൻ മാത്രമാണ്, അതിൽ ഒരു ചെറിയ ഭാഗമാണ്. സ്പെയിനിൽ നമ്മൾ സാധാരണ സഞ്ചരിക്കാത്ത ചില സ്ഥലങ്ങളിൽ കൂടെയുള്ള കോർഡോബയും സെവിലയൊക്കെ സാധാരണ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. സാധാരണ എല്ലാവരും പോകുന്നത് ബാർസലോണയിൽ പോകും, അതിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കും,
ബാർസലോണ തെരുവീഥികൾ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന തെരുവീതിയാണ് വൈകുന്നേരം ബാർസലോണ. മാഡ്രിഡിൽ ഈ പണ്ടത്തെ കളപ്പോരൊന്നും ഇപ്പോൾ ഇല്ല, പക്ഷെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുട്ബോൾ, ബാർസലോണയിലെയും സ്പെയിനിലെയും ഫുട്ബോൾ എന്ന് പറയുന്നത് എപ്പോഴും NS മാധവൻ്റെ ഹിജുദയുടെ അതിൻ്റെ അനുരണനങ്ങൾ വളരെ വലുതാണെന്ന് മാത്രം ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. അതൊന്നും പറയാനല്ല ഞാൻ പിടിച്ചത്. ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാനൊത്തു, ഈ സ്ഥലം അതിനോട് ഒരുക്കാനൊത്തു എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു എൻ്റെ കുടുംബത്തിന് വ്യക്തിപരമായിട്ടുള്ളൊരു അതൊരു നന്ദി പറയലും കൊണ്ട് നല്ലൊരു പുസ്തകം എഴുതിയ ഒരാൾക്ക് അത്രയെങ്കിലും ഒരു സാധനം ഒരുക്കിക്കൊടുക്കാൻ കഴിയണം. അതിലേക്കാണ് പ്രധാനം. ശ്രീ സക്കറിയ, നമുക്കറിയാം 27-ാം തീയതി കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മലയാളത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള സക്കറിയ ഇതിന് ഈ പുസ്തക പ്രകാശത്തിന് വരാനേറ്റു. അതേപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് റോസ്മേരി വരാനൊത്തു ഒക്കെയുള്ള അത് വാങ്ങിക്കാനൊത്തു. വളരെ മനോഹരമായിട്ടുള്ള, എനിക്ക് വളരെ ധന്യത തോന്നി കേട്ടോ. ഈ ഈവനിങ് വേസ്റ്റായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. സക്കറിയ സാറിൻ്റെയും റോസ്മേരിയുടെയും അതുപോലെ മുരളിയുടെ ഉൾക്കാഴ്ചകൾ നമ്മൾ ഇവരെയൊന്നും കാണുന്നില്ല. നമ്മുടെ പരിസരത്തുള്ള ഇവരെയൊന്നും, ഇവരുടെ ദർശനങ്ങൾ, ഇവരുടെ ഉൾക്കാഴ്ചകൾ, അതിനൊരു വേദിയില്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു നമ്മുടെ കൂട്ടായ്മകൾ അങ്ങനത്തെ ഒരു വേദിയില്ല. നമുക്ക് ഈ വേദി കുറച്ചുകൂടെ, നമുക്ക് ഈ വേദി ഞാൻ ഒരുക്കുകയാണ്, ഒരു സ്ഥലം ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വരണം, ഇതിലെ സന്തോഷത്തിൽ പങ്കെടുക്കണം. നമുക്ക് ചെറിയ ചെറിയ കൂട്ടായ്മകളിലൂടെ നമ്മുടെ സൗഹൃദത്തിൻ്റെ പുതിയ മേഖലകൾ, അറിവിൻ്റെ പുതിയ മേഖലകളൊക്കെ കാണാൻ കഴിയുന്ന ഇത്തരം ഒരു ചടങ്ങ് ഈ പേപ്പർ പബ്ലിക്കയുടെ നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു. കാരണം പേപ്പർ പബ്ലിക്ക തീർച്ചയായിട്ടും ഇത്തരം പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ കച്ചവടധാരികൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ലാതെ നല്ലൊരു പുസ്തകം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇത് ഏറ്റുവാങ്ങേണ്ടത് തീർച്ചയായിട്ടും മലയാളികളാണ്. ചിലപ്പോൾ കാണപ്പെടാതെ പോകും. ഈ പുസ്തകം കാണപ്പെടാതെ തീർച്ചയായിട്ടും ഈ സലീമ വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും എല്ലാവരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പേപ്പർ പബ്ലിക്കയോട് നന്ദി പറയാണ്. പക്ഷേ ഇതോട് അടുപ്പിച്ച് ഒരു ചെറിയൊരു തിരഞ്ഞെടുപ്പ്, ഇത് അഡ്വക്കേറ്റ് ഒരു തേജസ്വി മിടുക്കിയായിട്ടുള്ള തേജസ്വി ഈ തയ്യാറാക്കി ചെറിയൊരു 2 മിനിറ്റ് ഒരു ഡോക്യുമെൻ്ററിയാണ്, ദോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും കൂടെ നമുക്ക് കണ്ടിട്ട് നമുക്ക് ആഹാരം ബാക്കി 2 മിനിറ്റ് എടുത്ത ഡോക്യുമെൻ്ററിയാണ്. അതിന് മറ്റ് സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ട് നമ്മൾ വീട്ടിനകത്ത് നമ്മുടെ ചെറിയ സ്ക്രീൻ കാണേണ്ടി വരും. ഞാൻ പറഞ്ഞു വലിയ സ്ക്രീൻ കൊണ്ടുവന്നാലേ നമുക്ക് കാണാനൊക്കെ. ഈ വൈകുന്നേരം അത് വലിയൊരു അനുഭവമായിട്ട് മാറിയിരുന്നു. 2 മിനിറ്റ് ഈ ഫിലിമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. തേജസ്വി